വയനാട് പുത്തുമലയിൽ നിരവധി കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി വീട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രളയഭീതിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും പുത്തുമല കാശ്മീർ ദ്വീപിലുണ്ട്. പ്രളയഭീതിക്ക് പുറമെ വന്യജീവി ശല്യവും കൂടിയതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ദ്വീപിലെ കുടുംബങ്ങൾ. മഴക്കാലമായാൽ ഇരുഭാഗത്തു നിന്നും വെള്ളം ഉയരും. വീട് പൂർണ്ണമായും ഒറ്റപ്പെടും. ഓരോ മഴക്കാലവും ക്യാമ്പുകളിലേക്ക് മാറുകയാണ് കാശ്മീർ ദ്വീപിലെ കുടുംബങ്ങളുടെ പതിവ്. എന്നാൽ അടുത്തിടെ കാട്ടാനയുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ദ്വീപിലെ കുടുംബങ്ങൾ. ഞങ്ങൾ ഇവിടെ ദ്വീപിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ 2019 പ്രളയത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. പ്രളയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ പുറകുവശം വരേക്ക് വെള്ളം വരും. അതുപോലെ തന്നെ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ളൊരു വഴി നമുക്കില്ലാത്തൊരവസ്ഥയാണ്. ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് പുറത്തോട്ടും പോകാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, മക്കളെയും കൊണ്ട് എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. വീട് നിലനിൽക്കുന്ന ഭൂമിക്ക് രേഖകളില്ല. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സ്ഥലം കുടിയേറി താമസിച്ച തോട്ടം തൊഴിലാളികളുടെ പിന്മുറക്കാരാണിവർ. കള്ളാടിപ്പുഴ 2 കൈവഴികളിലായി തിരിയുന്ന ഭാഗമാണ് കാശ്മീർ ദ്വീപ് എന്നറിയപ്പെടുന്ന ഈ ഒറ്റപ്പെട്ട ജനവാസ മേഖല. ഇതുവരെ മൃഗശല്യങ്ങൾ എന്ന് പറയാൻ ഈ ഭാഗം മൊത്തം മൃഗത്തിന്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്താണ് വന്നിട്ട് ആന വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ആന വന്ന് മുറ്റത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. നമുക്ക് തുറക്കാനോ വാതിൽ തുറക്കാനോ ഒന്നിനും നിവർത്തിയില്ല. ചെറിയ മക്കളെയും കൊണ്ട് നമ്മൾ മിണ്ടാതെ പുറത്തെ ലൈറ്റ് വിട്ടിട്ട് ഞങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നു. കുറച്ചു നേരം നമ്മളെ മുറ്റത്തും നമ്മളെ പരിസരത്തുമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് ആന പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ശല്യവും ആനേൻ്റെ ശല്യവും കൂടി നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നപ്പോൾ ഈ ഭാഗത്തുനിന്ന് മൊത്തം തള്ളി വന്ന് ആ ഭാഗത്തുനിന്ന് വന്നു. എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ലാത്ത അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. ഈ കുട്ടികളും ഇവരും മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്യാമ്പിലൊക്കെ പോയി 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഇവരിവിടെ വരുന്നത്. മൃഗങ്ങളുണ്ടായിരുന്നു, എന്നാലും അല്ലാതെ ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള കൃഷി ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് ഏലം, കുറച്ച് കാപ്പി, അതുതന്നെ ആ ഭാഗത്തൊക്കെ അങ്ങേ ഭാഗത്തുള്ള എല്ലാ കൃഷികളും അന്ന് പ്രളയത്തിൽ വെള്ളം കയറിപ്പോയതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ള കുറച്ച് ചെടികളും അതൊക്കെ ആന നാശാക്കിയപ്പോഴാണ്. ഭൂമിക്ക് പട്ടയം നൽകാൻ വർഷങ്ങൾക്ക് മുൻപ് റവന്യൂ വകുപ്പ് സംയുക്ത സർവേ നടത്തിയിരുന്നു. എന്നാൽ അനുകൂല നടപടികളുണ്ടായില്ല. പുത്തുമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ നിരവധി കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചിട്ടുണ്ട്. അന്ന് കാശ്മീർ ദ്വീപുകാരെയും പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് മലയാളം, വയനാട്.